ചായയിലാടുമിക്കാൻ പാടില്ല പാടില്ല നമ്മൾ ഇതാരെഴുതിയതാ? അല്ലേ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയതാണ്. കേട്ടില്ലേ? ആരു വാങ്ങുമി ആരാമത്തിന്റെ രോമാഞ്ചം, അങ്ങനെ എഴുതിയിട്ടുണ്ട്. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി അല്ലെ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെന്താണ്? ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴു. നിങ്ങൾ എങ്ങനെ കേട്ടുള്ളത് മനസ്സിലാവത്തില്ല, നിങ്ങൾക്ക് പാടുന്നത് എന്താണ്? ശാരദാംബരം ധാരയിൽ മുഴുകീട അല്ലെ. ഇതെല്ലാം ചങ്ങമ്പുഴയുടെ കവിതയാണ്. ചങ്ങമ്പുഴ മലയാളത്തിൽ ചങ്ങമ്പുഴയുടെ പ്രിയപ്പെട്ട കവിയായ സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻ പിള്ള ആത്മഹത്യ ചെയ്തതിന്റെ വേദന എഴുതിയതാണ് രമണൻ എന്ന കവിത. രമണനില് 2 കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് ആരാണ്? രമണനാണ്. മറ്റൊന്നാരാണ്? ചന്ദ്രികയാണ്. അല്ലെ, ചന്ദ്രിക എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നയാണ്, സുന്ദരിയാണ്. രമണൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഇടയ ചെറുക്കനാണ്. അങ്ങനെ സുന്ദരിയായ ആ ചന്ദ്രിക രമണനോട് ചോദിക്കുകയാണ്, അല്ലയോ രമണൻ ചേട്ടാ, താങ്കൾ കാട്ടിലേക്ക് പോകുമ്പോൾ ആട് വയ്ക്കാൻ കൂടെ ഞാനും കൂടെ വരട്ടേയും ചോദിച്ചു. അപ്പൊ അന്ന് വായന ഉണ്ടായിരുന്ന, വിവേകം ഉണ്ടായിരുന്ന രമണൻ പറഞ്ഞു, മക്കളെ ചന്ദ്രികയെ, നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. നീയാണെങ്കിൽ സുന്ദരിയാണ്, വിദ്യാസമ്പന്നയാണ്, ഞാനാണെങ്കിൽ വെറും ഒരു ഇടയ ചെറുക്കനാണ്. അപ്പൊ നമ്മളെ പരസ്പരം മറന്നൊന്നും ചിന്തിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. വായന ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ കവി അല്ലെങ്കിൽ ആ കാമുകൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്നത്തെ എഴുത്തുകാരൻ എഴുതും എന്താണ്? ഡാഡി മമ്മി വീട്ടിലില്ലേ, തടപോടെ ആരുമില്ലേ, വിളയാടുമാവില്ലേ. അല്ല, ഇനിയുണ്ട്. നിന്റെ ഏകാന്തമാ ഓർമ്മതൻ വീതിയിൽ എന്നെ എന്തെങ്കിലും കാണും ഒരിക്കൽ നീ എന്റെ കാൽപ്പാടുകൾ കാണും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചിട്ട് പോയ കാമുകിയെ നോക്കിയിട്ട് കാമുകൻ പറയുകയാണ്, നീ നിന്റെ ജീവിതത്തിന്റെ മഹനീയമായ നിമിഷങ്ങളിലൂടെ പോകുമ്പോൾ ആ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ ഏകാന്തമായ രീതിയിൽ എന്റെ കാൽപ്പാടുകൾ കാണും. അന്നും എന്റെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു അല്ലേ എന്ന് പറഞ്ഞ് അവൾക്ക് മംഗളം ചേർന്ന കാമുകൻ. ആ കാലഘട്ടത്തിലെ കവി എങ്ങനെ എഴുതിയെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കവികൾ എഴുതും എന്താണ്? തേച്ചില്ലേ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ തേപ്പുകെട്ടി പോലെ. നിങ്ങളെ സുന്ദരിമാരെ നല്ല നല്ല മിടുക്കുകളാണ് കേട്ടോ, മിടുക്കന്മാരാണ് കേട്ടോ, ഭംഗിയായിട്ട് തിരിച്ചു പറയുന്നു. അല്ലെ, ഇനിയുണ്ട്. അല്ലെ, പണ്ടത്തെ കവി സ്വന്തം കാമുകിയെ നോക്കിയിട്ട് പറയും എന്താണ്? ചുംബനപ്പൂ കൊണ്ടുമൂടി എന്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ഇന്ന് നമ്മൾ പറയും കിസ് മീ ക്ലോസ് യുവർ ഐസ് മിസ് മീ. അല്ലേ, ഇനിയുണ്ട്. ഇനിയും മനോഹരങ്ങളായിട്ടുള്ള കുറെ ഉദാഹരണങ്ങൾ. കാളിദാസൻ പാടിയ മേഘദൂതമേ ദേവിദാസനാകുമെൻ രാഗഗീതമേ, മിഴികളിൽ കോപമോ വിരഹമോ ദാഹമോ, മിഴികളിൽ കോപമോ വിരഹമോ ദാഹമോ. അങ്ങനെ പറഞ്ഞിട്ട് നീലവാനച്ചോലയിൽ നീന്തുന്ന ചന്ദ്രിക എന്ന പെൺകുട്ടിയെ വിളിച്ചത്. ഇന്നത്തെ നമ്മൾ വിളിക്കും ഒരുത്തി 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 അല്ലേ. കല്ലൈക്കാട്ടിലെ മുള്ളു ചെടി കൊള്ളൊരുത്തി. ഒന്നാലോചിച്ചു, കല്ലൈക്കാട്ടിലെ മുള്ളു ചെടി എന്ന് പറയുന്നതാണ്. നോക്കി ചവിട്ടിയില്ലെങ്കിൽ ആ മുള്ളു പൊത്തു കയറും, വേദനയ്ക്ക് രക്തം വരും. അതാണ് പെൺകുട്ടികൾ എന്ന ഇന്നത്തെ കവി പറയുന്നത് അല്ലെ. ഇനിയുണ്ട് മനോഹരങ്ങളായ ഒരുപാട് പാട്ടുകൾ അല്ലെ. നമ്മൾ എന്താണ് വയലാറൊക്കെ പണ്ടെഴുതി ഇങ്ങനെയാണ്, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ അല്ലെ. പ്രണയിനിയെ ചക്രവർത്തിനി എന്നും അനുരാഗിണി എന്നാണ് വിളിച്ചതെങ്കിൽ നമ്മൾ എന്ന് പറയും ഹേ ബനാനെ ഒരു പൂൾ തരാമോ, ഹേ ബനാനെ ഒരു കാൽ തരാമോ. സ്വന്തം പ്രണയിനിയെ വാഴപ്പഴമെന്ന് വിളിച്ച കാമുകന്മാരാണ് നമ്മളെല്ലാവരും അല്ലെ. ഇനിയുണ്ട് ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞു നിൻ പൂമുഖം അല്ലെ. ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയില് കൂട്ടുകാരിയുടെ അല്ലെങ്കിൽ കാമുകിയുടെ മുഖവും ഹൃദയവും മനസ്സുമാണ് കാമുകന്റെ കണ്ണിൽ വന്നെങ്കിൽ ഇന്നത്തെ കാമുകന്മാർ നോക്കുന്ന അല്ലെങ്കിൽ കാമുകന്മാർ നോക്കുന്ന രണ്ട് വരിയുണ്ട്. ആനന്ദ ചോലയിൽ നീരാടി. ആ നോട്ടമാണ് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അല്ലേ.
എന്തെല്ലാം മനോഹരങ്ങളായ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാൻ സാരുവിൽ വിലോലമേഘമായി. ഈ പാട്ടൊന്നും നമുക്കറിയത്തില്ല. നമുക്കറിയാവുന്ന ഒരേ ഒരു പാട്ടേ ഉള്ളൂ. കുതന്ത്രമന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ അല്ലെ. ഇനി വേറൊരു പാട്ടുണ്ടല്ലോ, വേറൊരു പാട്ട്. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുട്ടി ഹരിശ്രീ. ഇടയൊന്നൊരുക്കും നീയൊരുക്കും പൈനയാകട്ടെ. ഓക്കെ, എന്താണ് ഈ ഇല്ലുമിനാറ്റി? ഇനി വേറൊന്ന് പറയാം. എന്താണ് ഈ കട്ടച്ചോറ് കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർവീസ് കുടിച്ചിട്ടുണ്ടോ? എന്തായാലും ഞാൻ കുടിച്ചിട്ടില്ല, നിങ്ങളുടെ അധ്യാപകൻ കുടിച്ചിട്ടില്ല, നിങ്ങൾ കുടിച്ചിട്ടില്ല അല്ലേ? അപ്പൊ എന്ത് അർത്ഥമാണ് ഇന്നത്തെ എഴുത്തിനുള്ളത് അല്ലേ? അപ്പൊ എന്താണ്, വായന ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അർത്ഥപൂർണമായിട്ടുള്ള എഴുത്തുകൾ ഉണ്ടായിരുന്നു. വായന കുറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ എഴുത്തുകൾക്ക് അർത്ഥഭംഗി കുറഞ്ഞു വരികയാണ് അല്ലെ? അതേപോലെയാണ് നമ്മളും അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം. വായിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അറിവ് കിട്ടും. അറിവ് മാത്രമല്ല, അധികരിച്ച് എഴുതിയ കാവ്യമാണ് ചിലപ്പതികാരം. ചിലപ്പതികാരത്തിലെ നായികയാണ് കണ്ണകി. ഈ കഥ നടക്കുന്നത് ചോളരാജ്യത്തിന്റെ തലസ്ഥാനമായ കാവേരി പൂമ്പട്ടണത്തിലാണ്. പിന്നിലായി ആമെ കണ്ടു, പവമാമെ കണ്ടു. കാണാൻ പോയിട്ട് കണ്ടത് നീലെ തിരമാല, കപ്പല് കാണാൻ പോയിട്ട് കണ്ടത് നീലെ. അവേ നമ്മുടെ കൂടെ കൂട്ട പുസ്തകമെന്ന ചുറ്റിനുള്ളിൽ ശരമതിരം നോക്കാനായി പുസ്തക വായന ശീലിക്കാം. അറിവില്ലെങ്കിൽ നാമില്ല, പുസ്തക വായന ശീലിക്കാം. തെക്കു നാട്ടിൽ കൊണ്ടു ചെന്ന് വച്ചു പൈതകൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. അക്ഷരത്തേൻകണം അറിവിന്റെ തേൻകണം, അവിടുന്നു നമ്മൾ നുകർന്നിടേണം.